പ്രൈസറോണ് കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. സംഖ്യാപുസ്തകം 23 അധ്യായം 24 വാക്യം. ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇരപിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നല്ലേരിയ ഇസ്രായേലിനെ നോക്കിയിട്ട് ബിലയാം പ്രവചിക്കുന്ന പ്രവചനമാണ് നമ്മൾ വായിച്ചു കേട്ട വചനം. പ്രൈസലോ, ദൈവത്തിന്റെ ദൈവജനമായിരിക്കുന്ന ഇസ്രായേലിലെ അന്യജാതി പ്രവാചകനായ ബിലയാം മലമുകളിൽ നിന്ന് നോക്കിയപ്പോഴ് സിംഹങ്ങളെ പോലെയാണ് തോന്നിയത്. പ്രൈസലോ, അല്ലേരിയ. അതുകൊണ്ടാണ് ബിലയാം പറഞ്ഞത് ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞത്. പ്രൈസലോ, അടുത്തൊരു ദർശനം കൂടെ ഈ ബിലയാം പറയുന്നുണ്ട്. അടുത്തൊരു ദർശനം പറയുന്നത് 24 അധ്യായം 9 വാക്യം. സംഖ്യാപുസ്തകം 24:9. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹിക്കണക്കിനെ തന്നെയെന്ന്. ആർ അവനെ ഉണർത്തും, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ പറഞ്ഞ് അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നുള്ളതാണ്. ഇപ്പം ബിലയാമിനെ സംബന്ധിച്ചിടത്തോളം പണമാണ് പ്രാധാന്യം. അല്ലേ? പണത്തിന് വേണ്ടിയാണ് താൻ പ്രവചിക്കാൻ ഒരുങ്ങുന്നത്. ആ പ്രവചനം എന്ന് പറയുന്നത് ബാരാക്കിന്റെ ആവശ്യപ്രകാരമാണ്. അല്ലേ? ബാരാക്കിന്റെ ആവശ്യം ഇസ്രായേലിനെ ശപിക്കണം എന്നുള്ളത്. പക്ഷെ ദൈവം അതിന് അനുവദിക്കുന്നില്ല. പ്രൈസലോ, അതുകൊണ്ട് മലമുകളിൽ കയറി നോക്കുമ്പോൾ അല്ലേരിയ ദൈവജനമായ ഇസ്രായേലിലെ അന്യജാതി പ്രവാചകനായ ബിലയാം നോക്കിയപ്പോൾ അവർ അല്ലേരിയ സിംഹിയെ പോലെ തോന്നിയെന്ന്. അല്ലേരിയ സംഖ്യാപുസ്തകം അല്ലേരിയ 23 അധ്യായം 9 വാക്യം കൂടെ വായിക്കുമ്പോൾ കാണുന്നത്, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇസ്രായേലും തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതികളോട് എണ്ണപ്പെടാതെ, ജാതികളോട് ഇടകലരാതെ, ജാതികളുടെ ആചാരാനുഷ്ഠാനങ്ങളോട് ചേരാതെ തനിച്ചു പാർക്കുന്ന ജനമാണ് ദൈവജനം അഥവാ ഇസ്രായേൽ ജനം, പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ ലോകത്തിനെല്ലാം നമുക്കൊരു വേർപാട് ആവശ്യമാണ്. പ്രൈസലോ, എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. പ്രൈസലോ, ബിലയാം വെറും ഒരു കള്ളപ്രവാചകനായിരുന്നുവെങ്കിലും അല്ലേ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുവാൻ ദൈവം അവനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നില്ല വേദപുസ്തകം. അല്ലേ? വിചിത്രമായ അനേക വിവരങ്ങൾ ബിലയാമിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ നൽകുന്നുണ്ടെങ്കിലും മാർമികമായ ഒരു മൂടൽമഞ്ഞ് പോലെ അവൻ ആവരണപ്പെട്ട് കിടക്കുകയാണ്. പ്രൈസലോ, എന്ന് പറയാൻ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലേ? ഇപ്പം ബിലയാം ഒരു പണാർത്തി കൊണ്ട് ദിവ്യാഗ്രഹത്താൽ നിറയപ്പെട്ടവനായതുപോലെ ഇന്നത്തെ സഭയുടെ ദൃശ്യമാണിത്. ബിലയാമിനെ പോലെ അനവധി കള്ളപ്രവാചകന്മാർ ഇന്ന് സഭയിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അവരുടെ ഒറ്റ ലക്ഷ്യം പണമാണ്. പണത്തിന് വേണ്ടി മാത്രം നിൽക്കുക, പണത്തിന് വേണ്ടി മാത്രം പ്രവചിക്കുന്ന, പണക്കാരോട് മാത്രം പ്രവചിക്കുന്ന അനേക പ്രവാചകരെ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ അനവധി സഭകളിൽ കടന്നു പോയപ്പം കണ്ട വലിയ കാഴ്ചകള് ലേരിയ നല്ല പേരും പ്രശസ്തിയൊക്കെയുള്ള നല്ല പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ ജനവരെ വാനുകൂളം ഉയർത്തി ഒക്കെ അവരെ നിർത്തിയിരിക്കുക. അങ്ങനെയുള്ള പ്രവാചകന്മാർ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന്
ആ സഭയിൽ മുൻ പരിചയമുള്ളവരും മുൻ അലറിയ കാലങ്ങളിൽ വലിയ നന്മ പ്രാപിച്ചവരുമായിരിക്കുന്ന വലിയ ആളുകളോട് മാത്രം പ്രവചിച്ച് അവരെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബിലയാമിനെ പോലെ പണം മാത്രം ആഗ്രഹിക്കുന്ന പ്രവാചകൻ. എന്നാൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ വായോട് ചേർന്നിരുന്ന് സംസാരിക്കുന്ന പ്രവചിക്കുന്ന ദൂത് പറയുന്ന ശക്തരായ ദൈവദാസന്മാർ അവർ വേറെ ഉണ്ടെന്ന് ചിന്തിക്കണം. അവർക്ക് അല്ലെങ്കിൽ പണക്കാരോടായിരിക്കത്തില്ല താല്പര്യം, അവർക്കെല്ലാവരും തുല്യമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനാണ് ബിലയാം നിയോഗിക്കപ്പെട്ടതെങ്കിലും അതിന് വിപരീതമായി ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയും അവരുടെ ശത്രുക്കളെ ശപിക്കുകയുമാണ് ചെയ്തത്. സ്വന്തം ഹിതപ്രകാരമല്ല അവനത് ചെയ്തത്. ഇപ്പം ബാരാക്ക പണം കൊടുത്ത് ഇസ്രായേൽ ജനത്തെ ശപിക്കാനാണ് കൊണ്ടുവന്നതെങ്കിലും ഇസ്രായേൽ ജനത്തെ കണ്ടപ്പം അവർ സിംഹിയെ പോലെ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നത് ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ അനുഗ്രഹിക്കുക ചെയ്തത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, പിന്നെ പുള്ളി അങ്ങ് ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ സ്വന്തം ഹിതപ്രകാരമല്ല അവനത് ചെയ്തത്, ദൈവത്തിന്റെ കൽപ്പന അവൻ അനുസരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും എന്ന് അവൻ വിലപിക്കുന്ന ഒരു കാഴ്ചയാണ് ഹല്ലേലൂയ നമ്മൾ ഈ സംഖ്യാപുസ്തകം 24 തൊട്ട് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നാം തനിക്കുള്ള വെള്ളിയും പൊന്നും എല്ലാം നഷ്ടമായി പോകുമല്ലോ, ബാരാക്ക ഒരുക്കി വെച്ചിരിക്കുന്ന വെള്ളിയും പൊന്നും സമ്പത്തുകളും എല്ലാം ബിലയാമിന് നഷ്ടമായി പോകുമല്ലോ എന്നോർത്തുള്ള വലിയ സങ്കടങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രവാചകന്മാരുടെ എണ്ണം നോക്കിയാൽ നമുക്ക് വിശ്വാസികളെക്കാൾ കൂടുതലാണ് പ്രവാചകന്മാർ. ഹല്ലേലൂയ. ഇവരുടെ എല്ലാ ലക്ഷ്യം പണമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവവചനം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അവർ പ്രവാചകരാണെന്ന് പറഞ്ഞ് പിന്നെ വിദേശത്തേക്ക് എങ്ങനെയെങ്കിലും കടക്കണം, വിദേശത്ത് ചെന്ന് പണം ഉണ്ടാക്കണം എന്നുള്ള അനുഭൂതി ചിന്താധികാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ അതിൽ പോയിട്ട് പരാജിതരായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പ്രവചനമില്ലാത്തടത്ത് പ്രവചനം ഉണ്ടാക്കി പ്രവചിച്ച് പരാജയപ്പെട്ടവരൊക്കെ ഉണ്ട്. അങ്ങനെ പ്രവചിച്ച് പല പ്രവാചകന്മാർക്ക് ഇന്ന് പല വിദേശ രാജ്യങ്ങൾക്കും ചെല്ലാൻ പറ്റത്തില്ല, അഥവാ ചെന്നാൽ അവിടുത്തെ സഭകളിൽ കയറ്റത്തുമില്ല. നമ്മുടെ ഭാരതത്തിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി പ്രവചിച്ച അനവധി സഹോദരിമാരെ സഹോദരന്മാരെ ഇന്ന് വിദേശ രാജ്യങ്ങളിലെ ചില സഭകളിൽ കയറ്റത്തില്ല, ചില കുടുംബങ്ങളിലും കയറ്റത്തില്ല. കാരണം അവർ ദൈവം അയച്ചിട്ട് പോയതല്ല, അവർ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. ദൈവത്തിന്റെ ആലോചനയല്ല പറഞ്ഞത്, അവരുടെ സ്വന്തം ആലോചനയാണ്. ബിലയാം ഇസ്രായേൽ ജനത്തെ ശപിച്ചില്ലെങ്കിലും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്, കാരണം ദൈവകൽപ്പന അനുസരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നു? അവർ പണത്തെ മാത്രം കണ്ടുകൊണ്ട് ബിലയാമിന്റെ പതിപ്പായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എവിടെ വെച്ചെങ്കിലും ദൈവം തന്റെ മനസ്സ് വ്യത്യാസപ്പെടുത്തി ഇസ്രായേലിനെ ശപിക്കാൻ അനുവദിക്കുമെന്നുള്ള ചിന്തയിൽ ബിലയാം 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബാലാക്കിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ബാലാക്കിനെ ബിലയാം അനുഗമിക്കുന്നത്. എവിടെങ്കിലും വെച്ച് ദൈവം ബിലയാമിനോട് നീ ഇസ്രായേലിനെ ശപിച്ചു എന്ന് പറഞ്ഞാൽ ബിലയാമിനത് ചെയ്യാം, ബാലാക്കിന്റെ കയ്യിലുള്ള പണം മുഴുവൻ കിട്ടുകയും ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ സ്വന്തം ഇംഗിതത്തിന് വിരുദ്ധമായി ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന വാക്കുകളും അവരുടെ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമാണ് ബിലയാം പ്രസ്താവിച്ചത്. അല്ലേ, ഇത് ദൈവിക കരുതലിന്റെ സംരക്ഷണത്തിന്റെയും ഒരു തെളിവാണ്. ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവിക കരുതലും ദൈവിക സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ദൈവം നിന്നെക്കുറിച്ചുള്ള കരുതലും സംരക്ഷണം എത്ര വലുതാണെന്ന് ചിന്തിക്കണം. എത്ര ആളുകൾ, എത്ര കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്റെ കുടുംബത്തെ ശപിക്കാൻ ശ്രമിച്ചാലും, ശാപവാക്കുകൾ അവർ പറഞ്ഞാലും, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട നിന്റെ മേലെ ശാപം വരത്തില്ല. ലോകത്തെ ഒരു മനുഷ്യർക്കും നിന്നെ ശപിക്കാൻ കഴിയത്തില്ല. ഒരു ദൈവഭക്തന്റെ മേൽ ശാപം വരത്തില്ല. ഹല്ലേലൂയ.
അവൻ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ, വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നെങ്കിൽ, ദൈവകൽപ്പനയും പ്രമാണം അനുസരിച്ച് വിശുദ്ധ ജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുടെ മേൽ ഒരിക്കലും ശാപവാക്കുകൾ ഭരിക്കത്തില്ല. അതേസമയത്ത് ദൈവത്തെ അറിഞ്ഞിട്ടും പാപവഴിയിലൂടെ ജീവിക്കുകയും പാപത്തെ ആമിലലിയെ താലോലിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പക്ഷേ ശാപം കടന്നു വരാം. പ്രൈസറോ. അപ്പൊ നാം ദൈവത്താൽ വേർതിരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇതാ തനിച്ചു മാർക്കുന്ന ജനജാതികളോടുകൂടെ എണ്ണപ്പെടുന്നുമില്ല. അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എപ്പോഴും ലോകത്തിൽ നിന്ന് മാറി ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ടു കൊടുക്കാതെ, ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് വീണു പോകാതെ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി ജീവിക്കണം. പ്രൈസറോ. കാരണം നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഇപ്പൊ സംഖ്യാപുസ്തകം എന്ന് പറയുന്ന 23, 24 അധ്യായങ്ങളിൽ 4 പ്രാവശ്യം ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിലയാം പ്രവചന ഭാഷയിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ സംഖ്യാപുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, 24 അധ്യായം 3 തൊട്ട് 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവജനത്തിന്റെ ആത്മീയ മനോഹാരിതയും ഫലപുഷ്ടിയുമാണ് അവിടെയും കാണുന്നത്. ദൈവജനം എന്ന് പറയുന്നത് വളരെ ആത്മീയ മനോഹാരിതയാൽ നിറയപ്പെട്ടവരാണ്. ദൈവമക്കൾ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടവരാ. അഭിഷേകത്തിന്റെ സാന്നിധ്യം ദൈവമക്കൾ നിറഞ്ഞു നിൽക്കുന്നവരാ. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ വിട്ടൊരിക്കലും പോകാൻ പറ്റത്തില്ല. അവർ ദൈവത്തോട് ചേർന്ന് നടക്കും. അവരെ ഹല്ലേലൂയ തടയുവാൻ, അവരെ എതിർക്കുവാൻ ഉലകത്തിലൊരു ശക്തികൾക്കും കഴിയത്തുമില്ല. ഇസ്രായേലിൽ മിസ്രൈമിൽ ഇരുന്ന കാലഘട്ടം വളരെ ക്രൂരമായ പീഡയിലൂടെ കടന്നുപോയി. അവരവിടുന്ന് പുറപ്പെടുമ്പോൾ സിംഹിയെപ്പോലെ കാണപ്പെട്ടില്ല. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സിംഹിയെപ്പോലോ ബാലസിംഹത്തെ പോലോ കണ്ടില്ല. ഹല്ലേലൂയ. അടിമകളായി എതിർത്ത് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്തവരായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അടിമകളായിട്ട് എതിർത്ത് നിന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവരായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിലെ ജീവിതം നമുക്കറിയാം. പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. 430 വർഷം അടിമകളായിരുന്നു. അവർക്ക് നേരെ കടന്നു വന്ന ക്രൂര ആക്രമണത്തെ എതിർത്ത് നിൽപ്പാൻ കഴിയാത്ത വിധത്തിൽ അവർ പരാജിതരായിരുന്നു. ഹല്ലേലൂയ. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിരന്തരമായ ഉപദ്രവങ്ങൾ അടി വാങ്ങിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ്. അടിമപ്പണിയല്ലേ. അടിമപ്പണി എന്ന് പറഞ്ഞാൽ നോക്കുവാൻ ആള് കാണും. ഹല്ലേലൂയ. അവർ വരുമ്പം പണിയെടുക്കാതെ അലസനായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മിസ്രയീമ്യ സൈന്യങ്ങൾ എന്ത് ചെയ്യും? ഇസ്രായേലത്തെ വടികൊണ്ടടിച്ച് വളരെ വേദനിപ്പിക്കുമായിരുന്നു. അങ്ങനെ അടികൊണ്ട് മടുത്ത് കണ്ണുനീരിൽ കൂടെ കഴിഞ്ഞ ജനമാണ് ഇസ്രായേൽ. ആവശ്യത്തിൽ ആഹാരം പോലും അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആവശ്യം പോലുള്ള ആഹാരം പോലും കിട്ടാതെ അവർ വിഷമിച്ചിരുന്നു. പകലന്തിയോളം മണ്ണിനോട് പണിയെടുത്ത് ഇഷ്ടക ചുട്ട് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ട വിധത്തിൽ വിശപ്പടക്കാൻ പോലും അന്ന് മിസ്രയീമിൽ നിന്ന് ഇസ്രായേലത്തെ കിട്ടിയിരുന്നില്ല. ഹല്ലേലൂയ. ഇസ്രായേലിലെ മരുഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവന്നതിന്റെ പ്രധാന ലക്ഷ്യം, ഹല്ലേലൂയ, അങ്ങനെ അടിമകളായ ആട്ടിൻകുട്ടികളെ സിംഹിയെപ്പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രൈസറോ. ഇസ്രായേലിൽ അടിമകളായിരുന്ന ഇസ്രായേലത്തെ ദൈവം പുറപ്പെടുവിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാന ഉദ്ദേശം യുദ്ധം ചെയ്യുവാൻ അറിയാത്ത, ആയുധം എടുത്തിട്ടില്ലാത്ത, ശത്രുക്കളെ കണ്ടിട്ടില്ലാത്ത, അവരുടെ എതിർത്ത് നിൽപ്പാൻ കഴിയാത്ത, പട്ടിണി കൊണ്ട് കിടന്ന, കണതിന്റെ നടുവിൽ കൂടെ കിടന്ന ഇസ്രായേലത്തെ മരുഭൂമിയിൽ സിംഹിയെപ്പോലെ എഴുന്നേൽപ്പിക്കണം, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് അങ്ങനെ അവരെ സിംഹിയെപ്പോലെ ആക്കുന്നത്? ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കാൻ ദൈവം അവരെ ആക്കുവാൻ തീരുമാനിച്ചത് ഒറ്റ കാരണമേ ഉള്ളൂ. വാഗ്ദത്ത കാനാനിലേക്ക് പ്രവേശിക്കുവാൻ, ഹല്ലേലൂയ, ആ കാനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ബലമുള്ള 7 ജാതികളുണ്ട്. ഹല്ലേലൂയ. ആ ബലമുള്ള 7 ജാതികളെ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ, ശത്രുക്കളെ ജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കനാനിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കും തടസ്സമാൽക്കുന്ന ജാതികളെ നീക്കിക്കളയാൻ വേണ്ടി അടിമകളായിരുന്ന, അടിമേടിച്ചുകൊണ്ടിരുന്ന, പട്ടിണി കിടന്നിരുന്ന, യുദ്ധം അറിയാത്ത ഇസ്രായേലത്തെ
യഹോവയായ ദൈവം മോശയിലൂടെ അഹരോനിലൂടെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവരെ സിംഹിയെ പോലെ വളർത്തി. ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുവാൻ, ശത്രുക്കൾക്കെതിരെ എതിർത്ത് നിൽക്കുവാൻ വേണ്ടുന്ന എല്ലാ ആരോഗ്യം വരെ അവർക്ക് കൊടുത്തുന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ശ്രോതാവേ, ജനം നോക്കുമ്പോൾ നിനക്ക് കഴിവോ പ്രാപ്തിയോ ഒന്നും കാണത്തില്ല. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, കഴിവിൽ കെട്ടവനാണ്, നിന്നെ കൊണ്ട് പ്രാപ്തിയില്ല, നിനക്ക് വിദ്യാഭ്യാസ സാമ്പത്തികമില്ല, സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജനം നിന്നെ മാറ്റി നിർത്തിയാലും അനേകരുടെ മുമ്പിൽ നീ അടിയെപ്പോലെ ഉപദ്രവമേറ്റ് അടിമയെപ്പോലെ ഉപദ്രവമേറ്റ് കിടക്കുകയാണെങ്കിലും, നിന്ദിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിലും, നിന്നെ ഒരു സിംഹിയെ പോലെ എഴുന്നേൽപ്പിക്കുന്ന സമയമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിന്നെ സിംഹിയെ പോലെ എഴുന്നേൽപ്പിക്കും, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കും. ശത്രുക്കൾക്ക് മുമ്പാകെ മേശയൊരുങ്ങും ദൈവം നിന്റെ ശത്രുക്കളെ ചിതറിക്കുവാൻ കഴിയുന്ന ബലം ദൈവം നിനക്ക് പകരാൻ പോവുകയാണ്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് അത് നിന്നെ എതിർക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിൽ സാത്താന്യ ശക്തികളുടെ നടുവിൽ ദൈവം നിന്നെ സിംഹിയെ പോലെ എഴുന്നേൽപ്പിക്കുമ്പോൾ, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുമ്പോൾ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെ മറികടന്ന് നിന്റെ വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയിലേക്ക് നിനക്ക് നടക്കുവാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. വിശ്രാചനത്തിന് മുമ്പിൽ ബലമുള്ള ചില ജാതികൾ നിൽക്കുക, അവരെ കീഴ്പ്പെടുത്തണം, അവരെ ജയിക്കണം. എങ്കിൽ മാത്രമേ പാലിന്തീന് ഒഴുകുന്ന കനാൻ ദേശം അവർക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് പകരം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്നെ ദൈവം ഭൂമിയിൽ സിംഹിയെ പോലെ എഴുന്നേൽപ്പിച്ചത്, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിർത്തിയത് സ്വർഗീയ കനാലിലേക്ക് പ്രവേശിക്കുവാൻ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ മുഴുവൻ നീ നീക്കിക്കളയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന അനവധി തടസ്സങ്ങളുടെ ഈ ലോകം തന്നെ നിന്റെ മുമ്പിൽ തടസ്സമാണ്. ഈ ലോകത്തിൻ്റെതായ പ്രവർത്തികൾ, ഇവിടുത്തെ രീതികൾ തന്നെ നിനക്കൊരു തടസ്സമാണ്. തടസ്സങ്ങളെ മുഴുവൻ നീ നീക്കിക്കളഞ്ഞിട്ട് വേണം സ്വർഗീയ കാനാനിലേക്ക് നിനക്ക് പ്രവേശിപ്പാൻ. അതിനുവേണ്ടി ദൈവം നിന്നെ സിംഹിയെ പോലെ എഴുന്നേൽപ്പിക്കുക, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുമുള്ള കൃപയാണ്, അഭിഷേകമാണ് ദൈവം നിനക്ക് പകരുന്നതെന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, നീ ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല. എന്നെ കേൾക്കുന്ന സഹോദരി, നീ ഒരു സാധാരണക്കാരിയായ മനുഷ്യനല്ല. നീ യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ ലോകത്തിനറിയാത്ത, ലോകത്തിന് വെളിപ്പെടാത്ത, ലോകം അനുഭവിച്ചില്ലാത്ത വലിയൊരു ആത്മാവിന്റെ അഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ആത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറഞ്ഞെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകത്തിൽ നീ മുട്ടുമേൽ നിൽക്കുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകത്തിൽ നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രു എത്ര ബലമുള്ളതാണെന്ന് പറഞ്ഞാലും അത് ചിതറിപ്പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ബിലയാമിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്നെ ശപിക്കുവാൻ ശ്രമിച്ചാലും, ബിലയാമിനെ പോലുള്ള കള്ളപ്രവാചകൻ ബാലാക്കിന്റെ പൈസ വാങ്ങിയതുപോലെ തന്നെ, അതിനുവേണ്ടി ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് എഴുന്നേറ്റ് വന്നാലും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. നിന്റെ മേലുള്ള അഭിഷേകത്തിന് ഈ ലോകത്തിന് കാണാൻ കഴിയത്തില്ല. നിന്റെ മേലുള്ള അഭിഷേകത്തെ ലോകക്കാർക്ക് തിരിച്ചറിയാൻ അറിയത്തില്ല. അത് ദൈവം നിന്റെ മേൽ പകർന്നതാണ്. അത് നിന്റെ ആരാധനയില്, നിന്റെ സ്തുതി സ്തോത്രങ്ങളില് നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നിന്റെ മേൽ അഭിഷേകം വെളിപ്പെടും. ഹല്ലേലൂയ. അഭിഷേകം വെളിപ്പെടുമ്പോൾ ശത്രു നിന്നെ കണ്ട് ചിതറി ഓടും. അതാണ് ഈ ദൈവജനത്തെ ഈ ജനം ഭയപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ വേർപെട്ട കൂട്ടങ്ങളെ, വേർപെട്ട ദൈവമക്കളെ, പെന്തക്കോസ്ത് വിഭാഗത്തെ അഥവാ ദൈവമക്കൾ ആരാധിക്കുമ്പോൾ അവരെ ഭയപ്പെടുന്നു. അവരെ കുറിച്ച് ഏഷണി പറയുന്നു, ദുരാരോപണങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ കുറിച്ച് അനവധി അശുദ്ധമായ വാക്കുകൾ ലോകം പറയുന്നു. ഏതെങ്കിലും വിധത്തിൽ ദൈവമക്കളെ തകർക്കുവാൻ പിശാച് പല പദ്ധതിയുമായിട്ട് വരും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ ലോകക്കാർ നോക്കുമ്പോൾ ദൈവജനം, ദൈവസഭ സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുക. അവർക്കറിയാം, ഈ ലോകത്തിനറിയാം, ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനത്തെ ശപിക്കുവാനോ, ഉപദ്രവിക്കുവാനോ, പീഡിപ്പിക്കുവാനോ, കൊല്ലുവാനോ, അവനെ എന്നേക്ക് ഈ ഭൂമി നിർമൂലമാക്കുവാനോ ഈ ലോകത്തിലെ ശത്രുക്കൾക്ക് കഴിയില്ലെന്ന്. ആ ജനത്തിന്റെ സംരക്ഷണം, കരുതലുമെല്ലാം
ദൈവത്തിന്റെ കരങ്ങളിലായിരുന്ന പോലെ നമ്മുടെ സംരക്ഷണം കരുതലെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. രക്തം ചെയ്യും. മനം കൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, നീ ലോകത്തെ ഭയപ്പെടരുത്. നീ ലോകത്തെ ഭയപ്പെടും, നീ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ടാണ്ട് വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനും. ദൈവത്തിന് വചനം വായിക്കുന്നത് പോലെ നീ ദൈവത്തെ ഭയപ്പെടണം, ലോകത്തെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ബലമുള്ള ശത്രുവിനെ നീക്കുവാൻ കഴിയുന്ന ദൈവീയ സാന്നിധ്യം, ദൈവ ശക്തിയാണ് ദൈവം നിനക്ക് തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ ആരിൽ ആദ്യമെല്ലാം ഭീരുക്കളെ പോലെ തന്നെ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരൊക്കെ വളരെ ഭീരുക്കളായിരുന്നു ആദ്യം. അല്ലേ? യേശുക്രിസ്തുവിനെ യഹൂദന്മാർ പിടിച്ചപ്പോൾ എല്ലാവരും ചിതറി ഓടിപ്പോയി. യേശുക്രിസ്തുവിനെ യഹൂദന്മാർ പിടിച്ചപ്പോൾ എല്ലാ ശിഷ്യന്മാരും എന്ത് ചെയ്തു? ഓടി ചിതറിപ്പോയി. ഹല്ലേലൂയ. അത്ര ബലഹീനരായിരുന്നു എന്നാണ് അവരെ കുറിച്ച് പഠിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വേലക്കാരിയുടെ മുമ്പിൽ പോലും ധൈര്യത്തോടുകൂടി നിൽക്കുവാൻ പത്രോസിന് കഴിയാതെ പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ പിടിച്ചുകൊണ്ട് അരമനയോളം ചെന്നപ്പോൾ ഒരു വേലക്കാരി പത്രോസ് പറഞ്ഞു, നീയും അവന്റെ കൂട്ടത്തിലുള്ളവനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വേലക്കാരുടെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ധൈര്യമില്ലാത്തവനായിപ്പോയി പത്രോസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം അല്ലെങ്കിൽ 74 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. അപ്പോൾ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയൂ എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞെന്നുള്ളതാണ്. വേലക്കാരുടെ മുമ്പിൽ പത്രോസ് പരാജയപ്പെട്ടുപോയി. തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. തന്റെ ഗുരുവിനെ തള്ളിപ്പറയുക. ഹല്ലേലൂയ. യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതമ്മ, ലോകം നിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ, ലോകം നിനക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ, ആമീൻ, ഈ ഒരു വേലക്കാരുടെ മുമ്പിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുപോലെ മഹാപുരുഷന്മാർ കൊടുത്ത 30 വെള്ളിക്കാശിനു വേണ്ടി യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തതുപോലെ നീ ഒരു ഭീരുവായി മാറരുത്, നീ ഒരു ദിവ്യാഗ്രഹിയായി മാറരുത്. ഹല്ലേലൂയ. യൂദയെ പോലെ ഒരു ദിവ്യാഗ്രഹി. പഴയ നിയമത്തിലെ യൂദയാണ് ബിലയാണ് ദിവ്യാഗ്രഹി, ബാലാക്കിന്റെ പണത്തെ ആഗ്രഹിച്ചവൻ. പുതിയ നിയമത്തിൽ യൂദ മഹാപുരോഹിതന്റെ പണത്തെ ആഗ്രഹിച്ചു. അതുകൊണ്ട് നീ ഒരു യൂദയെ പോലെയോ ഒരു ഭീരുവായ പത്രോസിനെ പോലെയോ ആകരുത് എന്ന് പറഞ്ഞാൽ, ഒരു വേലക്കാരൻ പോലും ധൈര്യത്തോടു കൂടി നിൽക്കുവാൻ പത്രോസിന് കഴിയാതെ യേശുവിനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ്, മാത്രമല്ല യേശുവിനെ അവൻ ശപിക്കുവാൻ തുടങ്ങി, പ്രാകുവാൻ തുടങ്ങി. ലലിയ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ലലിയ അവൻ ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകുന്ന ഇതേ ഭാഗം തന്നെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നത്. മർക്കോസ് സുവിശേഷം 14 അധ്യായം എന്റെ 71 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണുന്നത്, നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അല്ലേ? ഉടനെ കോഴി കൂകിയെന്ന് അവിടെയും കാണുന്നുണ്ട്. അല്ലേ? യെസ്. അതെ, നമ്മൾ പലപ്പോഴും യേശുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ നീറുന്ന അനുഭവത്തിലൂടെ, സങ്കടപ്പെടുന്ന അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറെ കടന്നു വരും, പ്രതിസന്ധികൾ ഏറെ കടന്നു വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? സുവിശേഷങ്ങൾ വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആമി സ്തോത്രം. വലിയ മത്തായിയുടെ സുവിശേഷം 26 69 തൊട്ട് 75 വരെയുള്ള ഭാഗങ്ങളും, മർക്കോസിന്റെ 14 അധ്യായം 66 തൊട്ട് 72 വാക്യങ്ങളും, ലൂക്കോസിലെ 22 84 തൊട്ട് 62 ഭാഗങ്ങളും, യോഹന്നാന്റെ സുവിശേഷത്തിൽ 18 അധ്യായം 15 തൊട്ട് 18 വരെ വാക്യങ്ങൾ ആമി തുറന്നങ്ങോട്ട് വായിക്കുമ്പോഴും ആമി യേശുവിനെ തള്ളിപ്പറയുന്ന ഭീരുക്കളായിരിക്കുന്ന ശിഷ്യന്മാരെ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രശ്നം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആമി പെന്തക്കോസ്ത് ചരിത്രം പഠിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മുമ്പിൽ കടന്നു വന്നിട്ടും, സിംഹത്തിന്റെ ആമി ഗുഹയിൽ ഇട്ടുകൊടുത്തിട്ടും, എരിയുന്ന അഗ്നിയിലേക്ക് എറിഞ്ഞിട്ടും യേശുവിനെ തള്ളിപ്പറയാത്ത അനവധി ഭക്തന്മാരെ കാണാൻ കഴിയും. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആമി കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നില്ലെങ്കിൽ അവരെ കൊന്നു കളയുമെന്ന് കൽപ്പന ഉണ്ടായിരുന്നിട്ടും, രാജകൽപ്പന, ചക്രവർത്തിമാരുടെ കൽപ്പന ഉണ്ടായിരുന്നിട്ടും
ഒരു ഭീരുവിനെ പോലെ യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിന് വേണ്ടി നിന്നവരുമുണ്ട്, യേശുവിനെ തള്ളിപ്പറഞ്ഞവരുമുണ്ട്. ഇന്നും യേശുവിനെ തള്ളിപ്പറയുന്നവരുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരു ഭീരുവിനെ പോലെ ആകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എന്നാൽ ഇസ്രായേലിലെ സിംഹങ്ങളായി മാറ്റുന്നതിന് വേണ്ടി കർത്താവരെ സ്തോത്രം അല്ലെ മാളിക മുറിയിൽ വെച്ച അളവറ്റ ആത്മാഭിഷേകത്താലും ശക്തിയാലും അഗ്നി അഭിഷേകത്താലും അവരെ നിറച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലത്തെ ഹല്ലേലൂയ ധൈര്യമുള്ളവരാക്കി എടുക്കുവാൻ ഗത്സമനെ വെച്ച ശിഷ്യന്മാർ ഓടിപ്പോയി. അല്ലെങ്കിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. അങ്ങനെ ഭീരുക്കളായിരിക്കുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി സിംഹികളെ പോലെ എഴുന്നേൽപ്പിക്കുവാൻ, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പെന്തക്കോസ്ത് നാളിൽ അവരെ മാളിക മുറിയിൽ അവർ കർത്താവ് അഭിഷേകം ചെയ്തു. അപ്പോസ്തലരുടെ 2-ാം അധ്യായം 1-ാം വാക്യം താഴോട്ട് വായിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഭയന്ന് പൂച്ചയെ പോലെ ഇരുന്നവര് ഇപ്പോൾ ധൈര്യമുള്ള വേട്ടനായ്ക്കളെ പോലെ മാറി. ഹല്ലേലൂയ. നേരത്തെ ശിഷ്യന്മാര് ഭയന്നൊരു പൂച്ചയെ പോലായിരുന്നു. എന്നാൽ അഭിഷേകം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ വേട്ടനായ്ക്കളെ പോലെയായി. ഹല്ലേലൂയ. വേട്ടനായ്ക്കൾ എന്ന് പറഞ്ഞാൽ അവരടങ്ങിയിരിക്കത്തില്ല. ഹല്ലേലൂയ. വേട്ടനായ്ക്കൾ അതിന്റെ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കുകയും പൂച്ചയെ പോലെ ഇരുന്നവർ ഇപ്പോൾ ധൈര്യമുള്ള വേട്ടനായ്ക്കളെ പോലെ മാറി. സിംഹങ്ങളെ പോലെ ഗർജിച്ചു വിജയം വരിച്ചു. അവർ സിംഹങ്ങളെ പോലെ ഗർജിക്കാൻ തുടങ്ങി. സ്തോത്രം. സിംഹിയെ പോലെ എഴുന്നേറ്റു. മാളിക മുറിയിൽ അഭിഷേകം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സാധനം ഇന്ന് സിംഹിയെ പോലെ എഴുന്നേറ്റു. ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിന്നും ബലം പ്രാപിച്ചു, ധൈര്യം പ്രാപിച്ചു. പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. ഭീരുവായ പത്രോസ്, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, നസ്രായന യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു, ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ സാക്ഷികൾ എന്ന് പ്രസംഗിച്ചു. നീതിമാന്മാർ സിംഹത്തെ പോലെ ധൈര്യമായിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്ന യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, പത്രോസിലേക്ക് അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ, ശിഷ്യന്മാരിലേക്ക് അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ഭീരുക്കളായിരുന്ന അല്ലെങ്കിൽ ആ ശിഷ്യന്മാർ ഇപ്പോൾ വേട്ടനായ്ക്കളെ പോലെ എഴുന്നേറ്റ് സിംഹത്തെ പോലെ ഗർജിക്കാൻ തുടങ്ങി. അവർ ധൈര്യമുള്ളവരായി മാറി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിന്റെ ഏത് മേഖലയിലും ക്രിസ്തുവിന് വേണ്ടി നീ ധൈര്യത്തോടെ നിൽക്കണം. ക്രിസ്തുവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കണം. നിങ്ങൾ ലോകപ്രകാരം നോക്ക്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ പട്ടണങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ലജ്ജ കൂടാതെ ഭയം കൂടാതെ വിളിച്ചു പറയുന്ന അനവധി ഭക്തന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സിംഹത്തെ പോലെ ഗർജിക്കുന്ന അനവധി ദൈവദാസിദാസന്മാർ പരസ്യങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന കണ്ടിട്ടില്ലേ? ലേരിയ. നിങ്ങൾ ഭയപ്പെടരുത്. പത്രോസിനെ പോലെ ഭീരുവായി മാറരുത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പട്ടണങ്ങൾ, കോണുകൾ, തിരുക്കോണുകൾ, മൂലകൾ, ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ചാൽ ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ എന്താ? സിംഹിയെ പോലെ എഴുന്നേറ്റ് നിന്ന് ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിന്ന് പത്രോസ് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, പത്രോസ് പറഞ്ഞ പോലെ നിങ്ങൾ യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു, ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ സാക്ഷികളാണെന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞ പോലെ ദൈവത്തിന്റെ ദാസിദാസന്മാർ പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ഗർജിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിലൊരാളായി നീ മാറണം. യേശുവിന് വേണ്ടി നീ ഗർജനത്തോടെ നിൽക്കണം. യഹൂദ ഗോത്രത്തിലെ സിംഹമായ കർത്താവിന്റെ മക്കളായി, ബാലസിംഹങ്ങളായി നിങ്ങൾ ഗർജിച്ച് നിൽക്കണം. രക്തം ചെയ്യും. നീ അടിപാതറി പോകരുത്. നീ വഴുക്കലിൽ വീണ് പോകരുത്. ലോകത്തെ നീ കണ്ട് ഭയപ്പെട്ടു പോകരുത്. ലോകക്കാരെ കണ്ട് ഭയപ്പെട്ടു പോകരുത്. ഇവിടെ നിയമങ്ങളെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. വെല്ലുവിളികളുടെ മുമ്പിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവിടെ നീ യേശുവിനെ തള്ളി പറയാതെ ഹല്ലേലൂയ യേശുവിനെ ഉയർത്തുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, പത്രോസ് യോഹന്നാനും പ്രസംഗിക്കുന്ന ധൈര്യത്തെ യഹൂദന്മാർ കണ്ടപ്പോൾ ഈ ധൈര്യം എങ്ങനെ വന്നു? ഇവർ ക്രിസ്തുവിനോട് കൂടെ ഇരുന്നതിനാൽ ഇവർ പ്രസംഗിക്കുന്നു എന്നവർ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പൊ ഇവർക്കൊരു സംശയം, ഈ ധൈര്യം എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്? ഭീരുക്കളെ പോലെ ഇരുന്ന ഹല്ലേലൂയ പത്രോസും യോഹന്നാനും ഒക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ മുമ്പ് ആവർത്തിച്ച പോലെ ഭയന്ന് പൂച്ചയെ പോലെ ഇരുന്ന
പത്രോസും യോഹന്നാനും ഒക്കെ. ഇപ്പൊ ഇത് വേട്ടനായ്ക്കളെ പോലെ, സിംഹിയെ പോലെ, ബാലസിംഹത്തെ പോലെ ഗർജിക്കുക. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ: അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പ് യേശു മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് അടക്കമുള്ളവര് യഹൂദന്മാരെ പേടിച്ചിട്ട് മുറിക്കകത്തായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിടെ നടുവിൽ സമാധാനമെന്ന് പറഞ്ഞ് അവരുടെ ലൂതി പരിശുദ്ധന്മാരെ പകർന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് ശേഷമായിട്ട് അവർ മാളികമുറിയിൽ വന്നിരുന്നു. മാളിമുറിയിൽ വന്നിരുന്ന് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരിൽ പതിഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരിൽ പതിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വീട്ടിന്റെ പേരിൽ ഇറങ്ങി വന്നവർ അന്യഭാഷ സംസാരിച്ചപ്പോൾ ഇപ്പം ഭീരുവായ പത്രോസും യോഹന്നാനും ബാക്കിയുള്ള സകലരും 120 പേരും സിംഹിയെ പോലെ എഴുന്നേറ്റിരിക്കുക. ഹല്ലേലൂയ. അവർ ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുക. ഇതാണ് വിലയം. ഹല്ലേലൂയ. മലമുകളിൽ കയറി നിന്ന് ഇസ്രായേലത്തെ നോക്കിയപ്പം കണ്ടത് അവർ ഈ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. എനിക്ക് ഇവരെ ശമിക്കുവാൻ കഴിയില്ല. ബിലയാം പറയും, എനിക്ക് ഇവരെ ശമിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബിലയാമിന്റെ വായിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകൾ വന്നതെന്ന് പറയുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ സിംഹിയെ പോലെ എഴുന്നേക്കണം. വിശ്വാസത്തിന്റെ പേരിൽ നീ ഭവനത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയാണോ? യേശുവിനെ അറിഞ്ഞതിൽ നീ ഒറ്റപ്പെട്ട വ്യക്തിയാണോ? ഈ സത്യവേദ പുസ്തകം, കറുത്ത പുസ്തകം എടുത്തതിന് നീ പരിഹസിക്കപ്പെടുന്ന വ്യക്തിയാണോ? സുവിശേഷം മുഖാന്തരം വീട് ഉപേക്ഷിക്കേണ്ടി വന്നോ? സുവിശേഷം മുഖാന്തരം നിന്റെ നന്മകളൊക്കെ നിനക്ക് ലഭ്യമല്ലാതെ നിന്നെ വീട്ടിൽ നാട്ടി ഇറക്കി വിട്ടതാണെങ്കിൽ ഹല്ലേലൂയ, നീ ഭാരപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ആമേൻ. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ ഒരു സിംഹിയെ പോലെ എഴുന്നേൽപ്പിക്കുവാൻ, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുവാൻ, ആമേൻ, നിന്നെ ഉയർത്തുവാൻ യേശു ശക്തനാ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ സുവിശേഷ പ്രവർത്തന ഈ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന ദേശത്ത് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ എവിടാണ് വേറെ? ഞാൻ പറഞ്ഞു, ഗുരുവായൂര. ഗുരുവായൂർ എവിടെ? ഞാൻ പറഞ്ഞു, നെന്മിനിയില്ല. അല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാനും ആ ദേശക്കാരനാ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എറണാകുളത്ത് താമസിക്കുക. ഹല്ലേലൂയ. എന്റെ 11-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ അറിഞ്ഞു. 11-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവ് സ്വീകരിച്ചു. താമസിയാ സ്നാനമേറ്റു. സ്നാനമേറ്റതിന്റെ യേശുവിനെ സ്വീകരിച്ച് സ്നാനമേറ്റതിന്റെ പേരിൽ എന്റെ വീട്ടുകാർ, എന്റെ കുടുംബക്കാർ പടിയടച്ച് പിണ്ണം വെച്ചെന്നാ പറഞ്ഞത് എന്നോട്. ലേലിയ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് അതുപോലെ തന്നെ ഉണ്ടാകും. എന്നെ അവർ പടിയടച്ച് പിണ്ണം വെച്ചു, ഇറക്കി വിട്ടു. എനിക്ക് ഒരു സമ്പത്തും ഒരു വസ്തുവും തന്നില്ല. ഞാൻ എന്റെ ചെറുപ്രായത്തിൽ തന്നെ അനാഥനായി. പക്ഷെ എങ്കിലും ഞാൻ തളർന്നില്ല. യേശു കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തളർന്നില്ല. ഒരു സിംഹിയെ പോലെ, ബാലസിംഹത്തെ പോലെ എഴുന്നേൽപ്പിക്കാൻ കർത്താവിന് കഴിയുന്ന ഉറപ്പോടെ അദ്ദേഹം ആമീൻ കേരളം വിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി. വിവിധമായ ജോലികൾ ചെയ്ത് ഹല്ലേലൂയ. വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാതിരുന്ന ആ സഹോദരൻ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് 6 ഭാഷകൾ സംസാരിക്കും പാസ്റ്റേ. 6 ഭാഷകൾ സംസാരിക്കും. അനവധി സംസ്ഥാനങ്ങൾ കയറി ഇറങ്ങി താമസിച്ച് ജീവിച്ച് ജോലി ചെയ്ത് ആ ഭാഷകളെല്ലാം ഞാൻ പഠിച്ചു. കൂടാതെ വിദേശ രാജ്യത്തൊക്കെ പോയി അവിടെയും കുറെ കാലം ജീവിച്ചു. ഇപ്പൊ ഞാൻ എറണാകുളത്ത് കടന്നു ഒരു ദൈവദാസനോടൊപ്പം കർത്താവിന്റെ മഹത്വം ഒരു വേല ചെയ്യുക. ഒരിക്കൽ നമുക്ക് തമ്മിൽ കാണാം. ഞാൻ പറയുന്നത് എന്താ, കാണാമല്ലോ. അത് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ചെറുപ്രായത്തിൽ പടിയടച്ച് വെണ്ണം വെച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്തിനെ? ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ പറഞ്ഞതുകൊണ്ട്, ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതുകൊണ്ട്, അവന്റെ കൽപ്പന സ്വീകരിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ കെട്ട് പൊട്ടിച്ച്, പാരമ്പര്യത്തിന്റെ നൂലാമാലകൾ പൊട്ടിച്ച്, അന്ധവിശ്വാസങ്ങൾ നടുവിൽ നിന്ന് ആ മനുഷ്യൻ സത്യ ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് വീടും നാടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇന്നും അദ്ദേഹത്തെ അവർ വിളിക്കത്തില്ലെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. പക്ഷേ ആ മനുഷ്യനെ ദൈവം ചെയ്തു, ഒരു സിംഹിയെ പോലെ ദൈവം എഴുന്നേൽപ്പിച്ചു.
ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കത്തക്ക നിലയിൽ ഇന്ന് അദ്ദേഹം കർത്താവിന്റെ ശക്തമായ സാക്ഷിയായി ലോകത്തിന് മുമ്പിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, ദൈവം നിന്നെ ഒരു സിംഹയെ പോലെ എഴുന്നേൽപ്പിക്കും. ഒരു ബാലസിംഹത്തെ പോലെ നീ തെളിഞ്ഞു നിൽക്കത്തക്ക നിലയിൽ നിന്നെ എവിടെ നിന്ദിച്ചു, എവിടെ നീ പരിഹസിക്കപ്പെട്ടോ, അതിന്റെ നടുവിലാ ദൈവം നിന്നെ മാനിക്കുന്നത് കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അത് ജീവിതത്തിൽ തളർച്ചകൾ വരുമെന്നേ, ജീവിതത്തിൽ നിരാശകൾ കടന്നു വരും, ദുഃഖങ്ങൾക്ക് കടന്നു വരും. അതിന് നടുവിൽ നീ ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കാൻ ഇവർ പഠിപ്പില്ലാത്തൊരു സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. അതെ, ദൈവസന്നിധിക്ക് വരുമ്പോൾ, അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ, നിന്റെ ഭയം മാറിക്കഴിയുമ്പോൾ, നീ ഒരു ഫീലുമല്ലാതായി മാറുമ്പോൾ, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുമ്പോൾ, നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന, നിന്റെ അതരങ്ങളിൽ പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനങ്ങൾ, അല്ലെങ്കിൽ നിന്റെ അതരങ്ങളിൽ പുറത്തുന്ന ദൈവശബ്ദം ലോകം കാണുമ്പോൾ, നിന്നെ കാണുമ്പോൾ അവർ ആശ്ചര്യപ്പെടുമാറ് ദൈവം നിന്നെ മാനിക്കാൻ പോവുക. ജീവിതത്തിൽ ഒറ്റപ്പെട്ട ആരെങ്കിലും സുവിശേഷ വേലയിൽ ഇറങ്ങി നിരാശപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ നീ തളർന്നു പോകണ്ട. നിന്നെ ദൈവം സിംഹയെ പോലെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ചിലരൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ദൂത്, ചിലരൊക്കെ ദൈവം ശക്തമായിട്ട് പറയുന്ന ദൂത്, ദൈവം നിന്നെ ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കത്തക്ക നിലയിൽ എവിടെ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം നിന്നെ മാനിക്കുവാൻ പോവുകയാ. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്നെ മാനിക്കുന്നവനെ മാനിക്കുമെന്ന. അതെ, നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. മഹാപുരോഹിതന്മാർ 30 വെള്ളിക്കാശ് കണ്ട് യേശുവിനെ ഒറ്റുകൊടുത്ത യൂദയെ പോലെയായി മാറാതെ അലിയ യേശുവിനെ പിടിച്ചു കൊണ്ടുപോയി അരമനയോളം കൊണ്ടുചെന്നപ്പോൾ ഒരു വേലക്കാരന്റെ മുമ്പിൽ ഒരു ഫീൽവയെ പോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെയാകാതെ, ഹല്ലേലൂയ, പെന്തക്കോസ്തൽ അഭിഷേകത്താൽ നിറയപ്പെട്ട ശിഷ്യന്മാർ പിന്നത്തേതിൽ ബാലസിംഹത്തെ പോലെ എഴുന്നേറ്റതുപോലെ നീ ഒരു ബാലസിംഹത്തെ പോലെ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ യഹൂദ ഗോത്രത്തിലെ സിംഹമായവന്റെ മകനാണ്, മകളാ. രക്തം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ജീവിതം ഒരിക്കൽ മാത്രമേ കേട്ടോ, സുവിശേഷം നമുക്ക് ഒരിക്കൽ മാത്രമേ ഇവിടെ പറയാൻ അവസരമുള്ളൂ. രണ്ടാമതൊരു ജന്മം നമുക്ക് ഇവിടെ ഇല്ല. രണ്ടാമതൊരു ജന്മം നമുക്കുണ്ടാക്കി പലതും ചെയ്യുവാൻ കഴിയുമായിരുന്നു, പക്ഷേ രണ്ടാമതൊരു ജന്മം നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒരിക്കൽ മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. പറയാൻ കിട്ടുന്ന അവസരം, ലോകത്തെ നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ലോകത്തെ ഭയപ്പെടും. ലോകത്തിന്റെ ഒരു നന്മയെ നീ ആഗ്രഹിക്കരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നിന്നെ വഴി നടത്തും. അവൻ നിന്നെ അനാഥനായി വിടത്തില്ല. നിന്റെ ഏത് ആകുലതകളുടെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നീ പതറിപ്പോകണ്ട. ദൈവദാസനേദാസിയെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പേരിൽ നീ അറിയപ്പെട്ടാൽ, ക്രിസ്തുവിന്റെ പേരിൽ നിന്നെ വിളിച്ചാൽ, ക്രിസ്തു മുഖാന്തരം നീ നിന്ദിക്കപ്പെട്ടാൽ, ഹല്ലേലൂയ, നീ പരാജിതനല്ല, നീ അവിടെ ഉയർത്തപ്പെടുക. ലോകം നിന്നെ അപമാനിക്കും തോറും യേശു നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക. രക്തം ചെയ്യണം. കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. കണ്ണുനീരിന്റെ നടുവിലൂടെ പോകുന്ന പലരെയും എനിക്കറിയാം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുടുംബസ്വത്ത് കിട്ടിയിട്ടില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ, യേശുവിനെ അറിഞ്ഞിട്ട് പേരില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാനൊക്കെ പറയാറുണ്ട്, അത് നിങ്ങളത് ഓർത്ത് ഭാരപ്പെടണ്ട. നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ട 100 മടങ്ങ് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. യേശു ക്രിസ്തു മുഖാന്തരം അപ്പനെയോ അമ്മയോ മക്കളെയോ മരുമക്കളെയോ കൊച്ചുമക്കളെയോ സഹോദരനോ സൗര്യ വീടോ നിലങ്ങളോ എന്തെല്ലാം നിനക്ക് നഷ്ടമായാലും ആ നഷ്ടമായതിന് 100 മടങ്ങ് തിരിച്ചു തരുവാൻ കഴിവുള്ള ശക്തനായൊരു ദൈവം നിനക്കുണ്ടെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. കാരണം സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, രക്തം ചെയ്യും. അത് തളരാതെ നിൽക്കണം കേട്ടോ. ഹല്ലേലൂയ. ബാലാക്കിനെ പോലെയുള്ള അനവധി ആളുകൾ ഹല്ലേലൂയ പണവുമായിട്ട് വരും. ബിലയാമിനെ പോലൊരു തെരഞ്ഞെടുത്ത് നിന്നെ ശപിക്കുവാൻ ഒരുക്കും. അതുകൊണ്ട് ബാലാക്ക് വന്നാലും ബിലയാം വന്നാലും നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്നേ. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ അല്ലെങ്കിൽ സ്വന്തം ദൈവത്തിന് ഫലമായി നിങ്ങൾ സിംഹം അല്ലെങ്കിൽ സിംഹത്തെ പോലെ ഗർജിക്കണം. സിംഹം ഒന്നിനും വഴിമാറാത്തതും ഹല്ലേലൂയ. ആരും ഭയപ്പെടാത്തതും. സിംഹം ഒരു മൃഗങ്ങളെയും ഭയപ്പെടുത്തതുമില്ല, ഒന്നിനും വഴിമാറിക്കൊടുക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ലോകത്തെ ഭയപ്പെടരുത്. ലോകശക്തികളെ നീ ഭയപ്പെടരുത്. സാത്താനെ നീ ഭയപ്പെടരുത്. സാത്താന്റെ ശക്തികളെ നീ ഭയപ്പെടരുത്. നിന്റെ എതിരാളികളുടെ മുമ്പിൽ നീ ഭയപ്പെട്ടു പോകരുത്. സിംഹം മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയതും ഒന്നിനും വഴിമാറിക്കൊടുക്കാത്തതുമായ സിംഹത്തെ പോലെ നീ എവിടെയും അതുപോലെ വഴിമാറിക്കൊടുക്കരുത്. സദൃശവാക്യം 30:30 നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും.
ആമേ മൃഗങ്ങൾ വെച്ച് ഏറ്റവും ശക്തിയേറിയത് സിംഹമാണ്. അതൊന്നിനും വഴിമാറി കൊടുക്കത്തില്ല അവിടെ എഴുതിയിട്ടുണ്ട്. അതെ, നീ ലോകത്തിൽ ഒന്നിനും വഴിമാറി കൊടുക്കരുത്. നീ എവിടെയും ഉറപ്പോടെ നിന്ന് ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തണം, യേശുവിന്റെ നാമത്തെ ഉയർത്തണം. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ ഒന്നിനും വഴിമാറാത്തവരായിരിക്കണം. പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കരുത്. സുവിശേഷത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്, നീ പുറകോട്ട് നോക്കരുത്. ലോകത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ പുറകോട്ട് നോക്കി ഉപ്പുതൂണായി പോയതുപോലെ നീ പുറകോട്ട് നോക്കരുത്. ഹല്ലേലൂയ. നിന്റെ കാൽ പിന്നിലേക്ക് നീ വെക്കരുത്. പരമകാനനെ, ആ സ്വർഗീയ കാനനെ നിലക്ഷ്യമാക്കി നീ ഓടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിന് വാഗ്ദത്ത കാനാൻ ദൈവം കൊടുത്തതുപോലെ എന്നെ കേൾക്കുന്ന ദൈവദാസിദാസനെ, ദൈവം നിനക്കൊരു സ്വർഗീയ കാനാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗീയ കാനനെ നോക്കി വെച്ച് നീ ലക്ഷ്യത്തോടെ ഓടണം. പിന്നിലേക്ക് നോക്കാതെ, ഭയപ്പെട്ടു പോകാതെ, ഒരു സിംഹയെ പോലെ എഴുന്നേറ്റ് ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിന്ന് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. നീ നിന്റെ തലമുറയും കർത്താവിനുള്ളതാ. നീ നിന്റെ കുടുംബം യേശുവിനുള്ളതാ. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയില്ല. കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അത് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാകട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുക, നിന്നെ തകർക്കുവാൻ യാതൊരു ശക്തിക്കും കഴിയില്ല. നിന്നെ തകർക്കുവാൻ, നിന്നെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം നിന്റെ മേലുള്ള അഭിഷേകം അത്ര വലുതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മാവിന്റെ അഭിഷേകം നൽകി ഉയരത്തിനുള്ള ശക്തി നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ആത്മീയ ബലവാന്മാരാക്കി ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങൾ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരായിരിക്കണം. സ്തോത്രം. പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം. സർപ്പത്തെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. 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 എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതൻ, നിങ്ങൾ എവിടെ പരാജയപ്പെടരുത്. നിങ്ങൾ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 49:9 വായിക്കുന്നുണ്ട്. അതെ, വായിച്ച വചനത്തിലേക്ക് വന്ന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്തോ? ഹല്ലേലൂയ. സ്തോത്രം. സംഖ്യാപുസ്തകം 23:24 ഇതാ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇരപിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കുകയില്ല. അതെ, നീ സിംഹിയെ പോലെ എഴുന്നേക്ക്, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്ക്. ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസലും ലഹരിപദാർത്ഥം എല്ലാ ജട്ടിക വ്യഭിചാര പരസ്യം അശുദ്ധി ദുഷ്കാമത്തിൽ പെട്ടുകിടക്കുന്നവർ, എല്ലാ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് ദിവ്യാഗ്രഹത്തിൽ വീണ് പീരുക്കളായി ജീവിക്കുന്ന, സാത്താന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന, അടിമകളായി കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന സകല ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകമോഹങ്ങൾ ഉപേക്ഷിച്ച്, ഈ ലോകത്തിന്റെ ഇംഗിതങ്ങളെ ഉപേക്ഷിച്ച് കർത്താവ് ഈ ജനത്തെ വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാജ്യകുമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള നേതാവ്, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബിലകളെയും ജനത്തെ അധികാരികളെയും കർത്താവ് സ്തോത്രങ്ങളുടെ കരസേന, വ്യോമസ്ഥാപിച്ച അധികാരി, ദത്തുകൾ കാക്കുന്ന BSCRP സൈന്യത്തിനായി കർത്താവ് ഞങ്ങളുടെ സ്തോത്രം. ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ നിലനിൽക്കുന്നവരെ, സഹനമേലും പുതുമേൽ, ആരോഗ്യ, സാമ്പത്തിക മേഖല, ബാങ്ക് മേഖലയില് എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാര്യങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗങ്ങൾ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ, കടലോര വാസ മത്സ്യബന്ധന, കടൽ, കരികൾ, കമ്പനി, ഫ്ലാറ്റിന്റെ ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതും, അതിന്റെ വ്യാപാരി, വ്യവസായികൾ, എല്ലാ ക്ഷീരമേഖലയിലായിരിക്കുന്നവരെ, എല്ലാ കർഷകനകത്തായിരിക്കും ഒരു വഴിയുടെ കച്ചവടക്കാരെ, എല്ലാ കർഷക മേഖലയിലായിരിക്കും പ്രാർത്ഥിക്കുകയാണല്ലോ. എല്ലാ കർഷകനും ഓട്ടോ രംഗത്തും, എല്ലാ ട്രാൻസ്പോർട്ടും, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, യാത്ര നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർ, മണ്ണിലൂടും കല്ലിലൂടും പണിയെടുത്ത് ഹല്ലേലൂയ അധ്വാനിക്കുന്ന കൂട്ടത്തെ, വിദേശ രാജ്യങ്ങൾ വേദനയിൽ കഷ്ടത്തിൽ നൊമ്പരപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ടവർക്ക് പാസ്പോർട്ട് ആഗ്രഹിക്കുന്നവർ, മടരാളത്തിൽ കഷ്ടത്തിൽ വിദേശത്ത് പീഡ അനുഭവിക്കുന്നവർ, കർത്താവ് വിവിധ ജപ്തി നടപടി നേരിടുമ്പോൾ കടക്കനിയാൽ ബിസിനസ് പരാജയപ്പെട്ടവർ, കൃഷി പരാജയപ്പെട്ടവർ, വിവിധ രോഗങ്ങൾക്ക്
രോഗികൾക്ക് കർത്താവ് മാരകമായ രോഗം അധീനരായി കിടക്കുന്നത് ഹോസ്പിറ്റലിൽ അഭിപ്രായം മരണക്കിടക്കയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കർത്താവ് ജനത്തെ വിടിവിക്കണമേ, സൗഖ്യം കൊടുക്കണം, ആശ്വാസം കൊടുക്കണമേ. ജനം അനുഭവിക്കുന്ന കണ്ണുനീരിന്റെ നടുവില് ഒരു ആശ്വാസം കൊടുക്കണേ. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരം യൗവനത്തിൽ വാർത്തത്തിൽ അനുഭവത്തിൽ ചോട്ടയിൽ തടവറയിലായിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥി. വിവാഹപ്രായത്തിൽ സൗകര്യമാർ തലമുറയില്ലാതെ ഭവനമില്ലാതെ സ്ഥലമില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവ് ജനത്തിന് ആശ്വാസമായ ജോലിക്ക് വേണ്ടി പല നിയമനം ആഗ്രഹിച്ച് നിൽക്കുന്നവർ, പല ടെസ്റ്റുകൾ ഇന്റർവ്യൂ കഴിഞ്ഞു നിൽക്കുന്നവർക്ക് കർത്താവ് ചില പുതുവഴികൾ തുറക്കണമേ. കർത്താവിന്റെ മഹത്വം ഉയർക്കണമേ. കർത്താവ് കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. കർത്താവ് ദൈവജനം ഒരു സിംഹയെ പോലെ നിൽക്കും, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിന്ന് ഈ ദിവസം കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ സകല കുടുംബത്തിൽ ഒരുക്കണമേ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർ, നിരീശ്വരവാദി, യുക്തിവാദികൾ, തീവ്രവാദി, ഭീകരവാദി, വർഗീയവാദികൾ അല്ലെങ്കിൽ കർത്താവ് അവർക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ധാർമ്മികത, സകല അശുദ്ധി ജനത്തെ വിടിവിക്കാനായി ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ കർത്താവ് മടക്കി വരുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.